ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇന്നിപ്പോൾ തക്കാളിയും വഴുതനയ്ക്കയും കൂടിയുള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2 വഴുതനയ്ക്ക, അതുപോലെ തന്നെ 2 തക്കാളി, ഒരു ചെറിയ സവോള ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് സവോള നമ്മൾ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വഴുതനയ്ക്ക നമ്മൾ വലിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂണുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്ത് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സവോള ചേർത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്നൊന്നും വരണ്ട, ഇതൊരു ഹാഫ് ആയിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നേ ആയിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. നമ്മൾ സവോള വഴറ്റിയതിന് ശേഷം പിന്നെയാണ് തക്കാളി ഇട്ട് വഴറ്റണത്. അപ്പോൾ അതുകൊണ്ട് പാതി ഒന്ന് വഴന്നാൽ മതി ആദ്യമേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള കുറച്ച് നമുക്കൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ 2 തക്കാളി എടുത്തെങ്കിലും ഒരു 1.5 തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ നമുക്ക് ഈ കറിക്ക് ഒരല്പം പുളി വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുളി ഇല്ലാത്ത തക്കാളിയാണെങ്കിൽ നമുക്ക് കുറച്ച് വാളംപുളി നമുക്ക് പിഴിഞ്ഞൊഴിക്കണം. ഇച്ചിരി ഒരു പുളി വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് ഒരുപാട് അങ്ങോട്ട് വഴന്നൊന്നും പോവണ്ട. നമ്മുടെ തക്കാളിയും നമ്മുടെ സവോളയൊക്കെ വഴന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. നമ്മുടെ ഈ കാശ്മീരി ചില്ലിയുടെയൊക്കെ നന്നായിട്ട് ആ പച്ചമണവും ആ കുത്തലൊക്കെ മാറിയാലേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഞാൻ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളവരണം. നന്നായിട്ട് തിളവരുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനയ്ക്ക നല്ല കനത്തി തന്നെയാണ് നമുക്ക് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് വെന്തുടഞ്ഞു പോവാതിരിക്കാനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ കറിക്ക് ആ ഒരു പ്രത്യേക ആ കറിയുടെ ആ ഒരു കാണാനൊരു ഭംഗിയും, അത് നമ്മൾ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കറി വേറൊരു ടേസ്റ്റിലേക്ക് ആയിപ്പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയൊക്കെ ഒന്ന് യോജിപ്പിച്ച് ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ്, നമ്മുടെ വഴുതനയ്ക്കൊക്കെ പെട്ടെന്ന് വേകുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി വെന്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ വഴുതനയ്ക്ക മാത്രം ഒന്ന് ആവി കയറിയാൽ വേകാനുള്ളതല്ലേ ഉള്ളൂ. 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയാവും കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നമ്മൾ കറി വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് നമ്മുടെ ആ കറിക്ക് ഗ്രേവി എത്രമാത്രമാണോ അത്രയും ആവശ്യത്തിന് കറിയുടെ ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്നും കൂടി ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് പോയി കയറിയിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയറും ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടെല്ലാം പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.